നല്ല ഇത് നല്ലൊരു ഇതല്ല. ഇതിൽ പരസ്യം കൊടുത്താൽ നമുക്ക് അപ്പോൾ ബ്രാൻഡ് പോപ്പുലർ ആവുന്നില്ല. അന്ന് മെയിൻ പ്ലേയേഴ്സൊക്കെ MG റോഡിൽ കിടന്ന് കളിക്കുന്നു, നമ്മൾ മാറി നിൽക്കുന്നു കുറേ. ഇതിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ സ്ഥിരം ആൾക്കാർ വീട്ടിൽ വെക്കുന്നതല്ല, അപ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ലേ എന്നിങ്ങനെ വൈഫിനോട് ചോദിക്കുന്നു. അപ്പം ഞാനും നല്ലതാണല്ലോ, അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ തന്നെ അതിൻ്റെ ഒരു ഏജൻറ്റിന് അന്ന് തമ്മനത്തെങ്ങാണ്ടായിരുന്ന ഒരു ഏജൻ്റ് ഉണ്ടായിരുന്നു, ബഷീർ എന്ന് പറഞ്ഞിട്ട്. ബഷീർ പുള്ളീനെ വിളിക്കുന്നു. പുള്ളി വന്നിട്ട് അന്നപ്പോൾ ഓർത്തോണം, ഇലക്ട്രോണിക്സ് ഫീൽഡിൽ ആരും പേപ്പർ പരസ്യങ്ങളുണ്ടാവും. അന്നും മനോരമ, മാതൃഭൂമിയൊക്കെ തന്നെയാണ്, ദേശാഭിമാനിയൊക്കെ തന്നെയാണ് അന്നും പേപ്പറുള്ളത്. പേപ്പർ പരസ്യത്തിന് എഫക്റ്റ് ഉള്ളൂ. ആരും TV പരസ്യങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇയാൾ വിളിച്ചപ്പോൾ അന്ന് 1.5 ലക്ഷം രൂപക്ക് ഓൾ കേരള ACV, ജൂക്ക് ബോസ്, മെഡ്ലി എല്ലാത്തിലും ഇടയും കൂടെ ആകെ ഒരു മാസം വരെ 1.5 ലക്ഷം രൂപക്ക് പുള്ളി ഒപ്പിച്ചത്. വെറും 1.5 ലക്ഷം രൂപ. പക്ഷെ അന്ന് 1.5 ലക്ഷം രൂപ അതേപോലെ വിലയുണ്ട്. അതൊരു റിസ്ക്കും ആയിരുന്നു. 1.5 lakhs 2003 1.5 lakhs 2000. അതിനൊരു ഇപ്പോഴത്തെ ഒരു എത്ര ഇക്വലന്റ് ആയിരിക്കും? അത് ഞാൻ ഇത് കേൾക്കുന്നവർ ഞാൻ കാൽക്കുലേറ്റ് എടുക്കട്ടെ. അതൊന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആ കാലഘട്ടത്തിൽ 1.5 ലക്ഷം രൂപ ഇപ്പോഴത്തെ എത്ര രൂപയായിരിക്കും? അതെ. എന്നാലും അപ്പം നമ്മൾ നോക്കുന്ന ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 1.5 ലക്ഷം രൂപ ഓക്കെ, 1.5 ഇതല്ല. അതുകൊണ്ട് എന്നാലും ആ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് കിട്ടിയാൽ നല്ലതാണല്ലോ. അപ്പോൾ അതാണ് ഒരു ഫസ്റ്റ് കട്ട് ഒരു റിസ്ക് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഹിറ്റായി. ഭയങ്കര ഒരു 5-6 മാസം ഇതിലങ്ങോട്ട് പരസ്യം പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് അല്ല. ഒരു പാട്ട് കഴിയുമ്പോൾ വീണ്ടും മിസ്മി സന്ദർശിക്കൂ, ഗൃഹോപകരണങ്ങൾക്ക് വിലക്കുറവ് എന്നൊക്കെ പറഞ്ഞ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഈ ബഷീർ തന്നെ വളരെ ചെറിയ, അങ്ങനെ ഒരു പ്രൊഫഷണൽ വേ ഒന്നും അല്ല. അങ്ങനെ അവിടുന്ന് തന്നെ വന്ന് ക്യാമറയിൽ